ദീപക് ധർമ്മടം കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാതെ 5 മന്ത്രിസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ലീഗിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ അണികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ പി കെ ബഷീറിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉദിക്കുകയാണോ? ലീഗിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്, തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അല്പസമയത്തിനകം യോഗം ചേരും. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഇതിന് നേരെ പുറകിലാണ് യോഗം നടക്കുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും എത്തിയാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, MLA-മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിതാ തിരുവമ്പാടിയിൽ നിന്നും അക്കൗണ്ട് തുറന്ന് എത്തിയ കാസിമിനെ കാണാം. അതുപോലെ പ്രധാനപ്പെട്ട MLA-മാർ നജീബ് കാന്തപുരം ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ മിക്കവാറും MLA-മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാസിമിനോട് ചോദിക്കാം. സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് MLA ആയി പാർലമെന്ററി ഇപ്പോഴുള്ളൊരു തർക്കം പറയുന്നത് പി കെ ബഷീറിനെ മന്ത്രിയാക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കയാണ്. അപ്പോൾ എല്ലാം ഇപ്പം പരിഹരിക്കപ്പെടും. പാർട്ടിയിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിലുള്ളൂ. പാർട്ടിയിൽ ഒരു തർക്കമില്ല. എല്ലാം എവരിത്തിങ് സെറ്റാണ്. എപ്പോഴത്തേക്ക് തീരുമാനം വരും? ഇന്ന് പാർലമെന്റ് ബോർഡ് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട തങ്ങൾ വൃത്തിയാക്കി മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങ് ആദ്യമായി MLA ആയി സഭയിലേക്ക് എത്തുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് വരുന്നത്. യോഗത്തിനറിയാം, നിങ്ങൾക്കറിയാം, മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 6 മാസം മുമ്പ് തുടങ്ങിയ തിരുവമ്പാടിയാണ്. ആ തിരുവമ്പാടിയുടെ പല നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ് ജനാധിപത്യ ചേരിക്ക് വലിയ ശക്തി പകർന്നുകൊണ്ടാണ് തിരുവമ്പാടി ഇപ്രാവശ്യം വിജയിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തമായിട്ട് അതിനെ ഏറ്റെടുക്കുകയാണ്. തിരുവമ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി പുതുതായിട്ട് നടക്കേണ്ടതുമായ എല്ലാ വികസന ക്ഷേമ പദ്ധതികളോടെ സമയബന്ധമായി പൂർത്തീകരിക്കും. ഈ ലീഗിനെതിരെ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കി ലീഗാണെന്നാണ്. ഈ ആരോപണങ്ങളൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും. ലീഗല്ല ആക്കിയത്, 22 MLA-മാരുള്ള ലീഗാണ് ആക്കിയത്. മറ്റ് അഭിപ്രായം പറയുന്നവരുടെ കയ്യിലൊന്നും MLA-മാരില്ലല്ലോ. MLA-മാരുള്ളവർക്കല്ലേ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയൊക്കെ നിയമിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, വേറെ വിഷയമൊന്നുമില്ല. തർക്കങ്ങളില്ലാതെ എല്ലാം പരിഹരിക്കപ്പെടും. തർക്കങ്ങളില്ലാതെ എല്ലാം പരിഹരിക്കപ്പെടും. താങ്ക് യു. ഇതാണ്, അതായത് ലീഗിൽ പുറത്ത് കാണുന്ന തർക്കങ്ങളൊന്നും ലീഗിനകത്തില്ല എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. ഇപ്പം കാസിമാണ് നമ്മൾ സംസാരിച്ചത്. ഇതുപോലെ നേതാക്കളോടെല്ലാം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പുറത്ത് കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പോലെയുള്ള വലിയ തർക്കങ്ങളൊന്നും തന്നെ ലീഗിൻ്റെ സംഘടനാപരമായി ലീഗിനകത്തില്ല. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിക്കും. ഉന്നതാധികാര സമിതിയും അതുപോലെ തന്നെ ലീഗിൻ്റെ MLA-മാരും 22 MLA-മാരുടെയും യോഗമാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഹാളിലാണ് യോഗം നടക്കുക. ആ യോഗത്തിൽ കൃത്യമായി ഉന്നതാധികാര സമിതി എടുത്തൊരു തീരുമാനം ബ്രീഫ് ചെയ്യപ്പെടും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പി കെ ബഷീർ മന്ത്രിയാകുമോ അല്ലെങ്കിൽ KM ഷാജി മന്ത്രിയാകുമോ, ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ആര് മന്ത്രിയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും 5 മന്ത്രി എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു. അത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അല്പസമയത്തിനകമായിരിക്കും കോൺഗ്രസ് ഔദ്യോഗികമായി അതിൻ്റെ കണക്കുകൾ സംബന്ധിച്ച്, കാരണം കേരള കോൺഗ്രസുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. എല്ലാ ഉഭയകക്ഷി ചർച്ചകളും പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഒന്നിലേറെ സീറ്റുള്ള എല്ലാവരുടെയും ഒരു അന്തിമ കണക്ക് പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനനുസരിച്ചായിരിക്കും മന്ത്രിമാരുടെ തീരുമാനത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഉന്നതാധികാര സമിതിയും പാർലമെന്ററി ബോർഡ് ഒരുമിച്ചുള്ള യോഗം നടക്കും. ആ യോഗത്തിന് ശേഷം പാണക്കാട് സാദിഖ് അലി തങ്ങളായിരിക്കും പ്രഖ്യാപനം നടത്തുക. എന്തായാലും ഒഫീഷ്യൽ കേഡർ സംവിധാനം അല്ലെങ്കിൽ കൂടിയും സാധാരണഗതിയിൽ അവിടെ പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ അതിനൊരു മറുവാക്കും ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞിട്ട് മിക്കുറിയും നേരത്തെ അബ്ദുറഹ്മാൻ രണ്ടാത്താണ് വിമതരാവാൻ പോകുന്നതും രായ്ക്ക് രാമാനം ആ പ്രശ്നം പരിഹരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊരു മെക്കാനിസം ലീഗിനുണ്ട്. അതുകൊണ്ട് പി കെ ബഷീറിന്റെ അതൃപ്തി ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അത് പൊട്ടിത്തെറിലേക്കൊന്നും പോകാൻ സാധാരണഗതിയിൽ ഇടയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.